നമസ്കാരം. അമേസിംഗ് അക്കാഡമിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസേബിൾഡ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള 3 സ്കോളർഷിപ്പ് സ്കീമാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റും ഡിപ്പാർട്ട്മെന്റ് ഓഫ് എംപവർമെന്റ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസും കൂടി ചേർന്ന് നൽകുന്ന ഒരു സ്കോളർഷിപ്പാണ്. ടോട്ടൽ ഇവർ 6 സ്കോളർഷിപ്പ് സ്കീംസ് ആണ് ഡിസേബിൾഡ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇതിൽ 3 എണ്ണമാണ് ആക്റ്റീവ് ആയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇതിന്റെ 3ന്റെ ഡീറ്റെയിൽസ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാം. ആദ്യത്തേത് പ്രീ മെട്രിക് സ്കോളർഷിപ്പ്, രണ്ടാമത്തേത് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ്, മൂന്നാമത്തേത് ടോപ്പ് ക്ലാസ് എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പ്. അപ്പോൾ ഈ 3 സ്കോളർഷിപ്പിനുള്ള ജനറൽ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. അതിനുശേഷം നമുക്ക് ഓരോ സ്കോളർഷിപ്പിന്റെയും ഡീറ്റെയിൽസ് നോക്കാം. ആദ്യത്തെ കണ്ടീഷൻ പറയുന്നത് ഇത് ഇന്ത്യൻ നാഷണൽസിന് മാത്രമുള്ള ഒരു സ്കോളർഷിപ്പാണ്. രണ്ടാമത്തെ കണ്ടീഷൻ, ഈ സ്റ്റുഡൻറ്റിന്റെ ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി 40% അതിൽ മേളിലോ ഉള്ള സ്റ്റുഡൻസിനാണ് ഇത് അവൈലബിൾ ആവുക. അതിന് വേണ്ടിയിട്ട് നിങ്ങളൊരു കോമ്പീറ്റന്റ് അതോറിറ്റിയിൽ നിന്ന് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ട്. അതുകൂടാതെ ആധാർ ബേസ്ഡ് ബയോമെട്രിക് ഒതന്റിക്കേഷൻ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവണം. പിന്നെ UDID കാർഡോ അതല്ലെങ്കിൽ UDIDയുടെ എൻറോൾമെന്റോ നിങ്ങൾക്ക് ഉണ്ടാവണം. ഇനി ഒരു കുടുംബത്തിലെ 2 കുട്ടികൾക്കാണ് ഈ സ്കോളർഷിപ്പിന്റെ ആനുകൂല്യം ലഭിക്കുക. ഇനി രണ്ടാമത്തെ കുട്ടി ട്വിൻസ് ആണെങ്കിൽ അവരെ സിംഗിൾ ആയിട്ട് കണക്കാക്കി ഈ 3 കുട്ടികൾക്കും സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ സ്കോളർഷിപ്പ് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ വേറെ യാതൊരുവിധ സ്കോളർഷിപ്പോ അല്ലെങ്കിൽ സ്റ്റൈഫൻഡോ അവൈൽ ചെയ്യാൻ പാടില്ല. ഓരോ സ്കോളർഷിപ്പിലും 50% സീറ്റ്സ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് റിസർവ് ചെയ്തിട്ടുണ്ട്. ഇനി അഡിക്വേറ്റ് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഇല്ല എങ്കിൽ അത് മെയിൽ കാൻഡിഡേറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇനി നമുക്ക് പ്രീ മെട്രിക് സ്കോളർഷിപ്പ് നോക്കാം. ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നത് 9th ലും 10th ലും പഠിക്കുന്ന സ്റ്റുഡൻസിനാണ്. ഇതിന്റെ ഫാമിലിയുടെ ആനുവൽ ഇൻകം 2.5 lakh ആണ് സീലിംഗ് വെച്ചിരിക്കുന്നത്. ഒരു വർഷം 25,000 സ്റ്റുഡൻസിനാണ് ഇതിന്റെ ആനുകൂല്യം ലഭിക്കുക. ഇത് ഒരു ഓൾ ഇന്ത്യ ബേസ്ഡ് ഉള്ള സ്കോളർഷിപ്പാണ്. ആദ്യം റിന്യൂവൽ കേസസിനാണ് കൊടുക്കുക, അതിനുശേഷമാണ് ഫ്രഷ് ആപ്ലിക്കേഷൻ സ്വീകരിക്കുക. ഈ സ്റ്റുഡന്റ് പഠിക്കുന്നത് ഒരു ഗവൺമെന്റ് സ്കൂളിലോ അതല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് റെക്കഗ്നൈസ് ചെയ്ത ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലായിരിക്കണം. നിങ്ങൾക്ക് ലഭിക്കുന്ന ക്വാണ്ടം ഓഫ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. മെയിൻ്റനൻസ് അലവൻസ് ആയിട്ട് ഹോസ്റ്റലിയർ ആണെങ്കിൽ 800 rupees ആണ് പെർ മന്ത്, ഡേ സ്കോളർ ആണെങ്കിൽ 500 rupees പെർ മന്ത് ലഭിക്കും. ഇനി ഡിസബിലിറ്റി അലവൻസ്, അത് വിഷ്വൽ ഇമ്പയർമെന്റിനും ഇന്റലക്ച്വൽ ഡിസബിലിറ്റീസും ഉള്ള ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ 4000 rupees ആണ് പെർ ആനം ലഭിക്കുക. ഇനി ബാക്കി എല്ലാ ഡിസബിലിറ്റീസിനും 2000 rupees ആണ് പെർ ആനം. ബുക്ക് അലവൻസ് ആയിട്ട് 1000 rupees ആണ് പെർ ഇയർ ലഭിക്കുക. അടുത്തത് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് ആണ്. ഈ സ്കോളർഷിപ്പ് 10th ശേഷം പോസ്റ്റ് ഗ്രാജുവേഷൻ വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ലഭിക്കുന്ന സ്കോളർഷിപ്പാണ്. ഇത് നിങ്ങൾ റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് മാത്രമേ ഇത് ലഭിക്കുകയുള്ളൂ. ഇതിന്റെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളൊരു കോഴ്സിന് ചേരുമ്പോൾ അഡ്മിഷൻ ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മാക്സിമം 1.4 lakh വരെ നിങ്ങൾക്ക് റീഇംബേഴ്സ്മെന്റ് ആയിട്ട് ലഭിക്കും. അത് എത്രയാണോ നിങ്ങൾ കൊടുത്തത് അത്രയാണ് നിങ്ങൾക്ക് ലഭിക്കുക. ഇതിന്റെ മാക്സിമം നിങ്ങൾക്ക് കൊടുക്കാവുന്നത് 1.4 lakh ആണ് പെർ ആനം. അടുത്തത് മിസ്ലേനിയസ് ഫീസ് ആണ്. അതായത് ലൈബ്രറി ഫീസ്, സ്പോർട്സ് ഫീസ്, മെഡിക്കൽ എക്സാമിനേഷൻ, അതുപോലെ തന്നെ പല കമ്പൽസറി ഫീസ് ഉണ്ടാവുമല്ലോ നിങ്ങൾ ഏതെങ്കിലും ഒരു കോളേജിൽ ചേരുമ്പോൾ, അത് അപ് ടു 10,000 rupees ആണ് പെർ ആനം നിങ്ങൾക്ക് ലഭിക്കുക. അതിൽ നിങ്ങൾ കൊടുത്ത എമൗണ്ടോ അല്ലെങ്കിൽ 10,000 ഇതിൽ ഏതാണോ കുറവ് അതാണ് നിങ്ങൾക്ക് ലഭിക്കുക. അടുത്തതാണ് മെയിൻ്റനൻസ് അലവൻസ്. അത് ഹോസ്റ്റലിയർ ആണെങ്കിൽ 1,200 ആണ് പെർ മന്ത് ലഭിക്കുക. നിങ്ങൾ ഡേ സ്കോളർ ആണെങ്കിൽ 650 rupees പെർ മന്ത് ലഭിക്കും. അടുത്തത് ഡിസബിലിറ്റി അലവൻസ് ആണ്. അത് വിഷ്വൽ ഇമ്പയർമെന്റിനും ഇന്റലക്ച്വൽ ഡിസബിലിറ്റിക്കും 4,000 rupees ആണ് പെർ ആനം ലഭിക്കുക. ബാക്കി എല്ലാ ഡിസബിലിറ്റീസിനും 2,000 rupees ആണ് ലഭിക്കുക. ബുക്ക് അലവൻസ് ആയിട്ട് 1,500 രൂപയാണ് ഒരു വർഷം നിങ്ങൾക്ക് ലഭിക്കുക. ഇവിടെയും 50% സീറ്റ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് റിസർവ് ചെയ്തിട്ടുണ്ട്. ഫാമിലിയുടെ ആനുവൽ ഇൻകം 2.5 lakhs ആണ് സീലിംഗ് ആയിട്ട് വെച്ചിരിക്കുന്നത്. ഇവിടെ കുറച്ച് ജനറൽ കണ്ടീഷൻസ് പറയുന്നുണ്ട്. അതായത് നിങ്ങളിപ്പോൾ ഇനി ഒരു അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം പാസ്സായി, അതായത് എക്സാമ്പിളായിട്ട് BA അല്ലെങ്കിൽ BSc അല്ലെങ്കിൽ BCom ഏതെങ്കിലും പാസ്സായതിനു ശേഷം നിങ്ങൾ വേറൊരു കോഴ്സ് അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സ് തന്നെ പേഴ്സ്യൂ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് അതിന് വേണ്ടിയിട്ട് ലഭിക്കില്ല. അതായത് നിങ്ങളിപ്പോൾ ആദ്യം BSc ഡിഗ്രി എടുത്തു, അതിനുശേഷം നിങ്ങൾക്ക് BA ചെയ്യണം എന്ന് തോന്നുവാണ്, അങ്ങനെ നിങ്ങൾ BAക്ക് ചേരുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സ്കോളർഷിപ്പ് ലഭിക്കില്ല. പക്ഷേ നിങ്ങൾ BA അല്ലെങ്കിൽ BSc അല്ലെങ്കിൽ BCom ഏതെങ്കിലും ചേർന്നതിന് ശേഷം
നിങ്ങൾ LLBയോ അതല്ലെങ്കിൽ BEdോ അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും കോഴ്സ് ഡിഗ്രി ബേസിക് ക്വാളിഫിക്കേഷൻ ആയിട്ട് വെച്ചുകൊണ്ട് അടുത്തൊരു കോഴ്സിന് നിങ്ങൾ ചേരുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഈ സ്കോളർഷിപ്പ് തുടർന്ന് ലഭിക്കും. ഇനി നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ നിങ്ങളെ 2 കോഴ്സ് ഒരുമിച്ച് പഠിക്കാൻ അനുവദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോഴ്സിന് മാത്രമേ ഈ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ. ഇനി നിങ്ങൾ ഏതെങ്കിലും ഒരു അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിന് ചേർന്ന് അവിടെ പാസ്സാവുക അല്ലെങ്കിൽ ഫെയിൽ ആവുകയോ ചെയ്യുകയാണെന്ന് വെച്ചോ, അതിനുശേഷം നിങ്ങൾ ഏതെങ്കിലും പ്രൊഫഷണലോ അല്ലെങ്കിൽ ടെക്നിക്കലോ സർട്ടിഫിക്കറ്റ്, ഡിപ്ലോമ, ഡിഗ്രി കോഴ്സുകൾ ഏതെങ്കിലും ചേരുകയാണെങ്കിൽ അതിന് നിങ്ങൾക്ക് ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ്. കറസ്പോണ്ടൻസ് രീതിയിലൂടെ പഠിക്കുന്ന കുട്ടികൾക്ക് ഈ സ്കോളർഷിപ്പിന്റെ ആനുകൂല്യം ലഭിക്കും. കറസ്പോണ്ടൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് അവരുടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനോ അതല്ലെങ്കിൽ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷനോ ആണ്. ഇനി നിങ്ങൾ എന്തെങ്കിലും എംപ്ലോയിഡ് ആണെങ്കിൽ നിങ്ങളുടെ ഇൻകവും അതോടൊപ്പം പാരന്റിന്റെ ആനുവൽ ഇൻകവും കൂടി നോക്കിയിട്ടാണ് ഇൻകം സീലിംഗ് ഇവര് കൺസിഡർ ചെയ്യുന്നത്. അടുത്തതാണ് ടോപ്പ് ക്ലാസ് എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പ്. ഈ ഡിപ്പാർട്ട്മെന്റ് ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് എക്സലൻസ് എന്ന് പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ IIT, NIT, എയിംസ് അതുപോലെ തന്നെ പല റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇവർ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. ഈ റെക്കഗ്നൈസ് ചെയ്ത ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിങ്ങൾ ഗ്രാജുവേഷനോ അതല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷനോ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ്. അത് ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെന്ന് ഇവർ അനക്സറിൽ കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയതിന് ശേഷം നിങ്ങൾ എലിജിബിൾ ആണോ ഇല്ലെന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഈ കാറ്റഗറിയിൽ നിങ്ങൾ പിന്നെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനോ അതല്ലെങ്കിൽ പാർട്ട് ടൈമോ അല്ലെങ്കിൽ വീക്കെൻഡ് കോഴ്സസോ ആണ് നിങ്ങൾ ചേരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ സ്കോളർഷിപ്പിന്റെ ആനുകൂല്യം ലഭിക്കില്ല. പിന്നെ ഇതിന്റെ ആനുകൂല്യം നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. ഇത് സെക്കൻഡ് ടൈമിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ടോപ്പ് ക്ലാസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പോയിട്ട് ഏതെങ്കിലും ഒരു പ്രോഗ്രാം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ബെനിഫിറ്റ് ലഭിക്കില്ല. ഈ സ്കോളർഷിപ്പ് വർഷത്തില് 300 സ്റ്റുഡൻസിനാണ് കൊടുക്കുക. ഇതില് പാരന്റിന്റെ ആനുവൽ ഇൻകം 8 lakh ആണ് അവർ സീലിംഗ് വെച്ചിരിക്കുന്നത്. ഇവിടെ 50% സീറ്റ്സ് വിമൻ കാൻഡിഡേറ്റ്സിന് റിസർവ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ നിങ്ങൾക്ക് ലഭിക്കാവുന്ന ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ എവിടെയെങ്കിലും ചേർന്നതിന് ശേഷം നിങ്ങൾ അവിടെ അഡ്മിഷൻ ഫീ, ട്യൂഷൻ ഫീ അങ്ങനെയുള്ള ഫീസ് എല്ലാം പേ ചെയ്തിട്ടുണ്ടെങ്കിൽ മാക്സിമം 1.9 lakhs വരെ നിങ്ങൾക്ക് റീബേഴ്സ്മെന്റ് ചെയ്ത് ലഭിക്കും. അടുത്തത് മിസ്ലേനിയസ് അലവൻസസ് ആണ്. അതായത് നിങ്ങളുടെ ലൈബ്രറി ഫീ, സ്പോർട്സ് ഫീ, മെഡിക്കൽ എക്സാമിനേഷൻ അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും കമ്പൽസറി ഫീസ് എല്ലാം നിങ്ങൾ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾക്ക് 10,000 rupees വരെ റീംബേഴ്സ് ചെയ്ത് ലഭിക്കും. ഇനി നിങ്ങൾക്ക് ലാപ്ടോപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ എമൗണ്ട് നിങ്ങൾക്ക് റീംബേഴ്സ് ചെയ്ത് കിട്ടും. അത് മാക്സിമം 45,000 rupees ആണ് നിങ്ങൾക്ക് ലഭിക്കുക. പക്ഷെ നിങ്ങൾ വാങ്ങിയതിന്റെ ബില്ലോ വൗച്ചറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഏത് ഡിസബിലിറ്റി ആണോ നിങ്ങൾക്കുള്ളത് ആ ഡിസബിലിറ്റി ഓവർകം ചെയ്യാൻ നിങ്ങൾ അസിസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ വാങ്ങുന്ന എയ്ഡ്സോ അല്ലെങ്കിൽ അസിസ്റ്റീവ് ഡിവൈസസോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 30,000 rupees വരെ അതിന് റീംബേഴ്സ് ചെയ്ത് കിട്ടുന്നതായിരിക്കും. നിങ്ങൾ അതിന്റെ ബില്ല് പ്രൊഡ്യൂസ് ചെയ്താൽ മതി. അടുത്തത് മെയിൻ്റനൻസ് അലവൻസ് ആണ്. അത് നിങ്ങൾ ഹോസ്റ്റലിയർ ആണെങ്കിൽ മന്ത്ലി 3,000 rupees ലഭിക്കും. ഡേ സ്കോളർ ആണെങ്കിൽ 1,500 rupees ആണ് പെർ മന്ത് ലഭിക്കുക. ഇനി സ്പെഷ്യൽ അലവൻസ് ഉണ്ട്. അത് നിങ്ങളുടെ ഡിസബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് റീഡർ അലവൻസ് അതല്ലെങ്കിൽ എസ്കോർട്ട് അലവൻസ് അതല്ലെങ്കിൽ ഹെൽപ്പർ അലവൻസ് ഇതിന്റെ എല്ലാ അസിസ്റ്റൻസിനായിട്ട് നിങ്ങൾക്ക് 2,000 rupees പെർ മന്ത് ലഭിക്കും. ഇനി ബുക്ക് അലവൻസ് ആയിട്ട് പെർ ഇയർ നിങ്ങൾക്ക് ലഭിക്കുക 5,000 rupees ആണ്. അപ്പൊ ഇതാണ് ഈ ടോപ്പ് ക്ലാസ് എഡ്യൂക്കേഷന്റെ സ്കോളർഷിപ്പിന്റെ ഡീറ്റെയിൽസ്. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ നോക്കാം. അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അതിന് നിങ്ങൾ നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ സന്ദർശിക്കുക. അതായത് www.scholarships.gov.in. നിങ്ങളിത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഡോക്യുമെന്റ്സ് ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അത് നിങ്ങളുടെ ഫോട്ടോഗ്രാഫ്, ഏജ് പ്രൂഫ്, പിന്നെ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ പാസ്സായ എക്സാമിനേഷന്റെ ഡീറ്റെയിൽസ്, പാരന്റിന്റെ ഇൻകം സർട്ടിഫിക്കറ്റ്, ട്യൂഷൻ ഫീയുടെ റെസിപ്റ്റ്, ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ട് വേണ്ടത്. ഇതെല്ലാം നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. നിങ്ങൾ പഠിക്കുന്ന ഈ ഇൻസ്റ്റിറ്റ്യൂഷനും ഇതിൽ രജിസ്റ്റർ ചെയ്യണം. അതിനുശേഷം നിങ്ങൾ കൊടുത്തിരിക്കുന്ന ആപ്ലിക്കേഷൻ അവർ വെരിഫൈ ചെയ്യണം. ഓരോ സ്റ്റേറ്റ് ഗവൺമെന്റിന് അവരുടേതായ നോഡൽ ഓഫീസർ ഉണ്ടാവും ഇത് വെരിഫൈ ചെയ്യാനായിട്ട്. അവരും ഇത് വെരിഫൈ ചെയ്ത് കറക്റ്റ് ആണെന്ന് നോക്കേണ്ടതാണ്. ഇനി ഏതെങ്കിലും ഒരു കാരണവശാലും നിങ്ങൾ താമസിക്കുന്ന സ്റ്റേറ്റിലല്ല, അതായത് നിങ്ങളുടെ പെർമനന്റ് റെസിഡൻസിലല്ല നിങ്ങളുടെ സ്റ്റുഡന്റ് പഠിക്കുന്നതെങ്കിൽ, അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾ എവിടുത്തെ പെർമനന്റ് റെസിഡന്റ് ആണോ ആ സ്റ്റേറ്റിലെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റോ അതല്ലെങ്കിൽ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റോ നിങ്ങളുടെ ആപ്ലിക്കേഷൻ റെക്കമെൻഡ് ചെയ്യേണ്ടതാണ്. ഇതിന്റെ സെലക്ഷൻ ക്രൈറ്റീരിയ നിങ്ങളുടെ ഡിസബിലിറ്റിയും കൂടാതെ നിങ്ങളുടെ ഏജും വെച്ചിട്ടാണ് ഇവര് കുട്ടികളെ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഒരു പ്രാവശ്യം ഈ സ്കോളർഷിപ്പ് ലഭിച്ചു കഴിഞ്ഞാൽ, അതായത് നിങ്ങളിപ്പോൾ ഒരു ഡിഗ്രി കോഴ്സിന് നിങ്ങൾ ചേരുകയാണെങ്കിൽ ഈ കോഴ്സിന്റെ ത്രൂ ഔട്ട് നിങ്ങൾക്ക് ഇതിന്റെ ആനുകൂല്യം ലഭിക്കുന്നതായിരിക്കും. അതായത് 3 വർഷത്തേക്ക് അല്ലെങ്കിൽ 4 വർഷത്തേക്ക്
എത്ര വർഷത്തേക്കാണ് നിങ്ങൾ കോഴ്സ് ചെയ്യുന്നത് ആ വർഷത്തേക്ക് മുഴുവനും നിങ്ങൾക്ക് ഇതിന്റെ ആനുകൂല്യം ലഭിക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ ഇതിന് റിന്യൂ ചെയ്യുകയാണ് വേണ്ടത്. നിങ്ങൾ എന്തെങ്കിലും മിസ്കണ്ടക്റ്റോ അതല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രൈക്കിൽ പങ്കെടുക്കുകയോ അങ്ങനെ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഹെഡ് നിങ്ങളെ കുറിച്ച് മോശമായിട്ട് റിപ്പോർട്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്കിത് ലഭിക്കാതെ ഇരിക്കുള്ളൂ. ഇനി നിങ്ങൾ ഏതെങ്കിലും ഒരു PG കോഴ്സിന് ചേർന്നിട്ട് ഫസ്റ്റ് ടൈം നിങ്ങൾ എക്സാമിനേഷന് ഫെയിൽ ആവുകയാണെങ്കിൽ 1 വർഷത്തേക്ക് കൂടി പഠിക്കാനായിട്ട് ഇവർ ഈ സ്കോളർഷിപ്പ് എമൗണ്ട് ലഭിക്കും. പക്ഷെ സെക്കൻഡ് ഇയറിലും നിങ്ങൾ തോൽക്കുകയാണെങ്കിൽ ഈ സ്കോളർഷിപ്പ് ആ വർഷത്തേക്ക് പിന്നെ ലഭിക്കില്ല, അടുത്ത വർഷത്തേക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാരണവശാൽ ആനുവൽ എക്സാമിനേഷൻ എഴുതാതിരിക്കുകയാണെങ്കിൽ, അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം കൊണ്ടോ അതല്ലെങ്കിൽ എന്തെങ്കിലും അൺഫോഴ്സീൻ ഇൻസിഡൻസ് കൊണ്ടോ നിങ്ങൾ ഫൈനൽ എക്സാം എഴുതിയില്ല എങ്കിൽ നിങ്ങൾ ചിലപ്പോൾ അടുത്ത വർഷത്തേക്ക് പ്രൊമോട്ടഡ് ആവാൻ ചാൻസ് ഇല്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾ അതിന്റെ റീസൺസ് കാണിച്ചുകൊണ്ടിട്ട്, അതായത് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കാണിച്ച് നിങ്ങളൊരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഹെഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ റെക്കമെൻഡ് ചെയ്യണം. അതായത് നിങ്ങൾ എക്സാമിനേഷൻ എഴുതുകയായിരുന്നെങ്കിൽ നിങ്ങൾ പാസ്സാവും എന്നുള്ളൊരു സർട്ടിഫിക്കറ്റും കൂടി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തുടർന്നും ഈ ആനുകൂല്യം ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് ഏത് കോഴ്സിനാണോ ഈ സ്കോളർഷിപ്പ് ലഭിച്ചത് ആ കോഴ്സിൽ നിന്ന് മാറി നിങ്ങൾ വേറെ ഏതെങ്കിലും കോഴ്സ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഈ സ്കോളർഷിപ്പ് കട്ടായി പോകുന്നതാണ്. ഇനി നിങ്ങൾ സ്വയമായിട്ട് നിങ്ങളുടെ കോഴ്സ് ഓഫ് സ്റ്റഡി നിർത്തുകയാണ്, നിങ്ങൾ ഇനി പഠിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഇതിൽ നിന്ന് ഔട്ട് ആവുകയും ചെയ്യും. അതോടൊപ്പം തന്നെ നിങ്ങൾ വാങ്ങിയിരിക്കുന്ന എമൗണ്ട് അവർക്ക് റീംബേഴ്സ് ചെയ്യുകയും വേണം. ഇനി ഇന്റേൺഷിപ്പ് പീരീഡിൽ അതല്ലെങ്കിൽ ഹൗസ്മാൻഷിപ്പ് പീരീഡിൽ, അതായത് ഇപ്പൊ MBBS എല്ലാം കഴിഞ്ഞ് കമ്പൽസറി ആയിട്ട് ഇന്റേൺഷിപ്പ് ഉണ്ടല്ലോ, അങ്ങനെയുള്ള സമയത്ത് അതുപോലെ വേറെ പല കോഴ്സുകൾക്ക് നിങ്ങൾക്ക് പെയ്ഡ് ഇന്റേൺഷിപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് ആ സമയങ്ങളിൽ ഈ ആനുകൂല്യം ലഭിക്കുന്നതല്ല. ഈ സ്കോളർഷിപ്പ് നിങ്ങളുടെ ആധാർ ലിങ്ക്ഡ് ബാങ്ക് അക്കൗണ്ടിലേക്ക് ഒരു ബാങ്ക് ട്രാൻസ്ഫർ ആയിട്ട് ക്രെഡിറ്റ് ചെയ്യും. ഇനി നമുക്ക് ഈ ഓരോ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്നാണെന്ന് നോക്കാം. പ്രീമെട്രിക് സ്കോളർഷിപ്പ് 31/8/2025, അതായത് ഈ ഓഗസ്റ്റ് 31 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ബാക്കി പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പും ടോപ്പ് ക്ലാസ് എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പിന്റെ ലാസ്റ്റ് ഡേറ്റ് 31/10/2025 ആണ്. എലിജിബിൾ ആയിട്ടുള്ള സ്റ്റുഡൻസ് എല്ലാവരും തന്നെ ഈ കട്ട് ഓഫ് ഡേറ്റിന് മുന്നേ ഇതിന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിലൂടെ എഴുതി ചോദിക്കാം. അടുത്തൊരു വീഡിയോയിലൂടെ അടുത്തൊരു എഡ്യൂക്കേഷൻ കണ്ടന്റുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. Until then, bye from Team Amazing Academics.